നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ബ്ലാക്ക് ഫണ്ട് പരിശോധനയിൽ വഴിക്കടവിൽ നാടൻ തോക്കും തിരകളുമായി ഒരാളെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമക്കുട്ടിയുടെ വാൽ കടിച്ചു മുറിച്ച് കുറുക്കന്മാർ കടന്നുകളഞ്ഞു. ചാലിയാർ പഞ്ചായത്തിലെ മൂലേപ്പാടത്താണ് സംഭവം. പുളിക്കലോടി സ്വദേശി ഷിജിയുടെ സ്ഥലത്ത് വളർത്തുന്ന 1 വയസ്സ് പ്രായമുള്ള എരുമക്കുട്ടിയുടെ വാലാണ് ഇന്നലെ രാത്രി കുറുക്കന്മാർ കടിച്ചു മുറിച്ചത്. വീട്ടുവളപ്പിൽ കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. വീട്ടുടമ അറസ്റ്റിൽ. വഴിക്കടവ് പുന്നക്കൽ കുമ്പങ്ങാടൻ ഷൗക്കത്തലിയെയാണ് വഴിക്കടവ് ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തത്. പന്തീരായിരത്തിൽ കാട്ടുതീ പടരുന്നു. ഓരോ ദിവസവും തീ അണച്ചു വലഞ്ഞ് വനം വകുപ്പ് ജീവനക്കാർ. തീപിടുത്തം തുടങ്ങിയിട്ട് 2 ആഴ്ച പിന്നിട്ടു. ഇനിയും തീ നിയന്ത്രണ വിധേയമായില്ല. ഇന്ത്യയെ ഒരു ഏകമത ഫാസിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റുകയാണ് സംഘപരിവാർ ലക്ഷ്യമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. BJP തുടർന്നും അധികാരത്തിൽ വന്നാൽ മണിപ്പൂർ ആവർത്തിക്കുമെന്നും MA ബേബി. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ബ്ലാക്ക് ഫണ്ട് പരിശോധനയിൽ വഴിക്കടവിൽ നാടൻ തോക്കും തിരകളുമായി ഒരാളെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിക്കടവ് കാരക്കോട് പള്ളിപ്പറമ്പിൽ ഷിഹാബിനെയാണ് വഴിക്കടവ് CI പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. നാടൻ തോക്കും തിരകളും പ്രതിയുടെ വീട്ടിൽ ഉണ്ടെന്ന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ CI നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് SI K വേണുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് തെങ്ങിന്റെ മടലുകൾക്കടിയിൽ ഒളിപ്പിച്ച നിലയിൽ തോക്കും 5 തിരകളും കണ്ടെടുത്തത്. വന്യമൃഗവേട്ട വ്യാപകമായി നടക്കുന്ന നിലമ്പൂർ മേഖലയിൽ നാടൻ തോക്കുകളും വ്യാപകമാണ്. വനം വകുപ്പ് മൃഗവേട്ടയിൽ പിടിക്കുന്ന എല്ലാ പ്രതികളും നാടൻ തോക്ക് ഉപയോഗിച്ചാണ് വേട്ടയാടുന്നത്. നാടൻ തോക്കുകളുടെ ഉറവിടം കണ്ടെത്തുന്ന കാര്യത്തിൽ പോലീസ് വരുത്തുന്ന അലംഭാവമാണ് നിലമ്പൂർ മേഖലയിൽ നാടൻ തോക്കുകൾ ഉപയോഗിച്ചുള്ള മൃഗവേട്ട വ്യാപകമാകുവാൻ കാരണം. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. എരുമക്കുട്ടിയുടെ വാൽ കടിച്ചു മുറിച്ച് കുറുക്കന്മാർ കടന്നുകളഞ്ഞു. ചാലിയാർ പഞ്ചായത്തിലെ മൂലേപ്പാടത്താണ് സംഭവം. പുളിക്കലോടി സ്വദേശി ഷിജിയുടെ സ്ഥലത്ത് വളർത്തുന്ന 1 വയസ്സ് പ്രായമുള്ള എരുമക്കുട്ടിയുടെ വാലാണ് ഇന്നലെ രാത്രി കുറുക്കന്മാർ കടിച്ചു മുറിച്ചത്. സ്ഥലത്തെ നോട്ടക്കാരനായ നാസർ നായ്ക്കളുടെ കുര കേട്ട് ലൈറ്റ് അടിച്ചു നോക്കിയപ്പോഴാണ് കുറുക്കന്മാരുടെ കൂട്ടം എരുമക്കുട്ടിയെ ആക്രമിക്കുന്നതായി കണ്ടത്. താൻ ഒച്ച വച്ചതോടെ എരുമക്കുട്ടിയുടെ വാലിൽ കടിച്ചു തൂങ്ങിക്കിടന്നിരുന്ന കുറുക്കൻ വാലിന്റെ പകുതി ഭാഗം കടിച്ചു മുറിച്ച് വാൽഭാഗവുമായി കടന്നു കളയുകയായിരുന്നുവെന്നും നാസർ പറഞ്ഞു. രാത്രി സുമാർ ഒരു 12 മണിയായി കാണും സംഭവം നടക്കുന്നത്. ഒരു 5-8 കുറുക്കന്മാരുണ്ടായിരുന്നു. സുമാർ എണ്ണിയതാണ്. 5-8 കുറുക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് ഇട്ടപ്പോൾ ഒരാളിങ്ങനെ വാലുമ തൂങ്ങി കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഓടി ചെന്നപ്പോൾ ഈ തൂങ്ങി കിടന്നത് വാലും മുറിച്ചു പോയി. അത് മുറിഞ്ഞു പോയി. പശു വളർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മേഖല കൂടിയാണിത്. അതിനാൽ തന്നെ കുറുക്കന്മാർ കൂട്ടമായി എത്തി എരുമക്കുട്ടിയുടെ വാൽ കടിച്ചു മുറിച്ച സംഭവം ക്ഷീരകർഷകരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. വീട്ടുവളപ്പിൽ കഞ്ചാവ് ചെടികൾ കണ്ടെത്തി വീട്ടുടമ അറസ്റ്റിൽ. വഴിക്കടവ് പുന്നക്കൽ കുമ്പങ്ങാടൻ ഷൗക്കത്തലിയെയാണ് വഴിക്കടവ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് അറസ്റ്റ് ചെയ്തത്. വീട്ടുവളപ്പിൽ കഞ്ചാവ് ചെടികൾ കണ്ടെത്തി വീട്ടുടമ അറസ്റ്റിൽ. വഴിക്കടവ് പുന്നക്കൽ കുമ്പങ്ങാടൻ ഷൗക്കത്തലിയെയാണ് വഴിക്കടവ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ വീട്ടുവളപ്പിൽ നട്ടുവളർത്തി പരിപാലിച്ചു പോരുന്ന രീതിയിൽ 2 കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. വളവും വെണ്ണീറും മറ്റുമിട്ടാണ് ചെടികൾ സംരക്ഷിച്ചു പോന്നിരുന്നത്. ചെടികൾക്ക് 33-31 സെന്റിമീറ്റർ നീളമുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. സീനിയർ CPO MP സുനിത, CPO മാരായ K രതീഷ്, അനി മാത്യു എന്നിവരാണ് പരിശോധന നടത്തിയത്. പന്തീരായിരത്തിൽ കാട്ടുതീ പടരുന്നു. ഓരോ ദിവസവും തീ അണച്ചു വലഞ്ഞ് വനം വകുപ്പ് ജീവനക്കാർ. തീപിടുത്തം തുടങ്ങിയിട്ട് 2 ആഴ്ച പിന്നിട്ടു. ഇനിയും തീ നിയന്ത്രണ വിധേയമായില്ല. വേനൽ മഴ ലഭിച്ചാൽ മാത്രമേ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകൂ. നിലമ്പൂരിലെ പ്രധാന വനമേഖലകളിൽ ഒന്നായ 12,000 മരത്തിലാണ് വ്യാപകമായി കാട്ടുതീ പടരുന്നത്.
കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മൂലേപ്പാടം 50 ഏക്കറിലെ കുട്ടപ്പൻ പറയുന്നു. ഫോറസ്റ്റുകാർ ഇവിടെ വരുന്നുണ്ട്, അവർ വന്നാലും വണ്ടിയൊന്നും പോകാത്ത കാരണം തീ കെടുത്താൻ പറ്റിയല്ല. അതാണ് കുഴപ്പം. രാത്രി ഇന്നലെയും വന്നു, എല്ലാ ദിവസവും വരുന്നുണ്ട്. ഇപ്പം തീ കത്താൻ തുടങ്ങിയിട്ട് 6-7 ദിവസമായി. വരും, കുറേശ്ശെ കെടുത്തും, പിന്നെയും അങ്ങ് പോയി കഴിയുമ്പോൾ കാറ്റുണ്ടായി തീ പിടിക്കുക. 5-8 കൊല്ലം പിന്നെ ഇവിടെ തീ കയറിപ്പോയതായി, പിന്നെ തീ കയറിയിട്ടില്ല. അത് കാരണം തീ പിടിച്ചാൽ പിന്നെ അത് കെടുത്താൻ വലിയ പാടാണ്. അവരെത്ര ആൾ വന്നിട്ടും കാര്യമില്ല, കെടുത്താൻ കഴിയില്ല. വനപാലകർ എന്നും എത്തി തീ അണയ്ക്കാറുണ്ട്. എന്നാൽ ഉൾവനത്തിലായതിനാൽ അവർക്ക് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കില്ല. ഒരു ഭാഗത്തെ തീ അണയ്ക്കുമ്പോഴേക്കും അടുത്ത ഭാഗം കത്തുന്ന അവസ്ഥയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. 12000 വനത്തിലെ വെറ്റിലക്കൊല്ലി, കരിപ്പാറ, തോട്ടപ്പള്ളി തുടങ്ങി പല ഭാഗങ്ങളിലും തീ പടരുന്ന അവസ്ഥയുണ്ട്. 12000 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന വനമേഖലയിൽ തീ പടരുന്നത് മൂലം വലിയ നഷ്ടമാണ് ഉണ്ടാവുക. ഇന്ത്യയെ ഒരു ഏകമത ഫാസിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റുകയാണ് സംഘപരിവാർ ലക്ഷ്യമെന്ന CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. നിലമ്പൂരിൽ നടന്ന LDF മേഖലാതല തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് നടപ്പാക്കിയ ശ്രീമതി ഇന്ദിരാഗാന്ധി കൂട്ടരും വീണ്ടും ഇന്ത്യൻ ഭരണ നേതൃത്വത്തിലേക്ക് വരണോ വേണ്ടയോ എന്ന ചോദ്യവുമായി നടന്ന യാത്ര വളരെ പ്രധാനമായി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണഘടന പൗരർക്ക് ഉറപ്പു നൽകിയിരുന്ന പൗരാവകാശങ്ങളും ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളും എല്ലാം റദ്ദാക്കപ്പെടുകയായി. ഭരണഘടനയുടെ മൗലിക സമീപനങ്ങളെ വരെ കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുന്നു. ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ രാജ്യത്ത് നടപ്പാക്കുന്നു. പൗരത്വ ഭേദഗതിയിലൂടെ ഭരണഘടന പോലും അംഗീകരിക്കാത്ത സർക്കാരായി കേന്ദ്രം മാറി. RSSനും BJPക്കുമെതിരെ ഇന്ത്യ കൂട്ടായ്മ ഒന്നിച്ച് മുന്നേറുമ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് ബുദ്ധിശൂന്യമാണ്. സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നെഹ്റുവും മഹാത്മാഗാന്ധിയും ഉയർത്തിപ്പിടിച്ച കൊടി ഉപേക്ഷിക്കുന്ന നാണം കെട്ട രാഷ്ട്രീയ വ്യക്തിത്വമായി രാഹുൽ ഗാന്ധി അധപതിച്ചു. രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കുവാൻ സഹായിക്കുന്ന മുസ്ലിം ലീഗിന്റെ കൊടി ഉപേക്ഷിക്കുവാൻ നിർദ്ദേശം നൽകിയതും ഇതിനുദാഹരണമാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ശക്തികൾക്കെതിരായ പോരാട്ടം നടത്തുവാൻ LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും വയനാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് വൻ ഭൂരിപക്ഷം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിൽ നടന്ന കൺവെൻഷനിൽ PM ബഷീർ അധ്യക്ഷനായി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം BK സൈനബ, ജോർജ് കാന്ററി, മാട്ടുമ്മൽ സലീം, M മുജീബ് റഹ്മാൻ, T ഹരിദാസൻ, അരുമ ജയകൃഷ്ണൻ, K റഹീം, CH ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. BJP തുടർന്നും അധികാരത്തിൽ വന്നാൽ മണിപ്പൂർ ആവർത്തിക്കുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. വയനാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജയുടെ തിരഞ്ഞെടുപ്പ് കുടുംബയോഗം പോത്തുകൽ വെള്ളിമുറ്റത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണിപ്പൂർ കലാപം BJP ഭരിക്കുന്ന സർക്കാർ സൃഷ്ടിച്ചതാണ്. കഴിഞ്ഞ ദിവസം വീണ്ടും 2 പേർ കൊല്ലപ്പെട്ടു. ഒട്ടേറെ ആരാധനാലയങ്ങൾ തകർത്തു. ചോരയും കണ്ണീരുമായി കഴിയുകയാണ് മണിപ്പൂർ ജനത. മണിപ്പൂരിലെ BJP മുഖ്യമന്ത്രി മുൻപ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനുയായിയും കോൺഗ്രസ് നേതാവുമായിരുന്നു. വർഗീയ ലഹളയുണ്ടാക്കി കൂട്ടുകുരുതിയാണ് RSSന്റെ ലക്ഷ്യം. ഇതൊന്നും രാഹുൽ ഗാന്ധി മനസ്സിലാക്കുന്നില്ല. BJPയെ അധികാരത്തിൽ നിന്നും പുറത്താക്കുവാൻ ഇന്ത്യ മുന്നണിയുണ്ടാക്കി. പല കക്ഷികളും വിട്ടുവീഴ്ച ചെയ്തു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത്. എന്നിട്ടും 7-ൽ 3 സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകി. 4 സീറ്റിൽ AAP മത്സരിക്കുന്നു. എന്നാൽ പഞ്ചാബിൽ കേരളത്തെ പോലെ പരസ്പരവും മത്സരിക്കുന്നു. ഇന്ത്യ മുന്നണിയിലെ ദേശീയ നേതാവ് ആനി രാജയ്ക്കെതിരെ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് തെറ്റായ സന്ദേശമാണ്. 2004-ൽ ആദ്യ BJP സർക്കാരിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയത് ഇടതുപക്ഷമാണ്. കേരളത്തിൽ നിന്നും ഒരു കോൺഗ്രസ് MPയും അന്ന് വിജയിച്ചിട്ടില്ല. 272 സീറ്റിലെത്തുവാൻ 61 MPമാരെ ഇടതുപക്ഷം നൽകി ഒന്നാം UPA സർക്കാർ വന്നത്. തുടർന്ന് വന്ന രണ്ടാം UPA സർക്കാർ 2G സ്പെക്ട്രം ഉൾപ്പെടെ വലിയ അഴിമതിയാണ് നടത്തിയത്. ഇതോടെ BJP വീണ്ടും അധികാരത്തിലെത്തി. പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കി ഭരണഘടന അട്ടിമറിക്കുന്ന BJPക്കെതിരെ പ്രകടന പത്രികയിൽ പോലും ഒരക്ഷരം പറയുവാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തിന് മാത്രമേ BJP ഭരണം രാജ്യത്ത് തകർക്കുവാൻ കഴിയൂ. രാജ്യത്ത് മതേതര മുന്നണി അധികാരത്തിൽ വരുവാൻ LDF വിജയിക്കണം. കോൺഗ്രസ് വിജയിച്ചാൽ BJPയിൽ പോകുന്ന സ്ഥിതിയാണ്. കുടുംബയോഗത്തിൽ CPIM പോത്തുകല്ല് ലോക്കൽ സെക്രട്ടറി PV രാജു അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോർജ് K ആന്റണി, T രവീന്ദ്രൻ, E പത്മാക്ഷൻ, പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ, LDF നേതാക്കളായ P സഹീർ, മുസ്തഫ പാക്കട, MA തോമസ്, സലീം, ജോസ് ആന്റണി എന്നിവർ സംസാരിച്ചു.
NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിന് വണ്ടൂർ മണ്ഡലത്തിൽ ആവേശജ്വല തുടക്കം. ഉച്ചയ്ക്ക് ശേഷം തിരുവാലിയിൽ നിന്നും ആരംഭിച്ച പര്യടനത്തിൽ കെ സുരേന്ദ്രനെ ആരതി ഒഴിഞ്ഞും പുഷ്പവൃഷ്ടി നടത്തിയുമാണ് അമ്മമാർ സ്വീകരിച്ചത്. നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു കെ സുരേന്ദ്രന്റെ വണ്ടൂരിലെ പര്യടനം. വഴിയോരത്ത് 100 കണക്കിന് ആളുകളാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനായി എത്തിയത്. ചെറുകോട്, വണ്ടൂർ, തുവൂർ, കരുവാരക്കുണ്ട്, കാളികാവ്, പൂക്കോട്ടുംപാടം, കരുളായി, ചന്തക്കുന്ന്, ചുങ്കത്തറ, എടക്കര തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ വഴിക്കടവിലാണ് മണ്ഡലം പര്യടനം സമാപിച്ചത്. തന്നെ ആശീർവദിക്കുവാനായി എത്തിയ വൻ ജനാവലി വയനാട്ടിലും മോദി തരംഗം ആഞ്ഞടിക്കുന്നതിന്റെ തെളിവാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. എല്ലായിടത്തും നൂറുകണക്കിന് ആളുകളാണ് ഞങ്ങളെ സ്വീകരിക്കാൻ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിജിയുടെ വികസന നേട്ടങ്ങൾ അനുഭവിക്കുന്ന ഗുണഭോക്താക്കളടക്കം എല്ലായിടത്തും തടിച്ചുകൂടുന്നു. മോദിയുടെ വികസനം വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ശരിയായ നിലയിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി തുടർന്നും വികസന പ്രവർത്തനങ്ങൾ ശരിയായി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി മോദിയെ പിന്തുണയ്ക്കുന്ന ഒരു MP വയനാടിന് ആവശ്യമാണ്. വയനാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ NDA സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് വോട്ടർമാർക്ക് ബോധ്യമായിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കും മുഖ്യമന്ത്രിക്കും ഒരേ ശബ്ദമാണ്. വർഗീയതയും ഭിന്നിപ്പുമാണ് രണ്ട് കൂട്ടരുടെയും ഏക അജണ്ട. NDAയെ തോൽപ്പിക്കുവാൻ പരസ്പരം കൈകോർക്കാമെന്നാണ് രാഹുലും പിണറായിയും പറയുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. വയനാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുന്നോടിയായി ചെമ്മന്തിട്ട കാരോട് പട്ടികവർഗ കോളനിയിൽ നടന്ന കുടുംബ സംഗമം സംസ്ഥാന രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CT രാധാമണി അധ്യക്ഷയായി. കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് ജോസ് വർഗീസ്, ജില്ലാ സെക്രട്ടറി മുസ്തഫ കടമ്പോടൻ, പ്രകാശ് കുണ്ടൂർ, ബ്ലോക്ക് പ്രസിഡന്റ് K ശശിധരൻ, LDF നേതാക്കളായ VK ഷാനവാസ്, AT റെജി, AP അനിൽ, MP പ്രേമൻ, ഷാജി ഉത്തുംകുഴി, KC പ്രസന്നൻ എന്നിവർ സംസാരിച്ചു. മൂത്തേടം മരുതങ്ങാടിയിൽ നടന്ന കുടുംബ സംഗമം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. PU കുഞ്ഞപ്പൻ അധ്യക്ഷനായി. E സൈറാബാനു സംസാരിച്ചു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് JM ഷബീബ് സ്വാഗതവും മൂത്തേടം പഞ്ചായത്ത് അംഗം MP ഷംല നന്ദിയും പറഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലം ഇടത് ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആനി രാജ കാളികാവിൽ 2ാം ഘട്ട പര്യടനം നടത്തി. പര്യടനത്തിൽ മലയോരത്തെ ജനമനസ്സിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെന്നായിരുന്നു പ്രചാരണ രീതി. മലയോര കുടിയേറ്റ പ്രദേശമായ ചോക്കാട്, കാളികാവ് പഞ്ചായത്തുകളിലെ വിവിധ ഗ്രാമങ്ങളിൽ ബുധനാഴ്ച രാവിലെ മുതൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ആനി രാജയുടെ പര്യടനത്തിന് തുടക്കമായത്. വയനാട്ടിലെ ജനങ്ങളുടെ മനസ്സ് ഇടതുപക്ഷത്തിനൊപ്പമാണെന്ന് ആനി രാജ പറഞ്ഞു. 2ാം ഘട്ട സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായി മേലെ കാളികാവിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഈ മണ്ഡലത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ജനങ്ങൾ നൽകുന്ന സൂചന ഈ തവണ ഈ മണ്ഡലം ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്ന സൂചനയാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എനിക്ക് നിങ്ങളോട് അരിവാൾ നിൽക്കത്തെ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നതിന് മുന്നേ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ ഇവിടെ തന്നെ നിങ്ങളോടൊപ്പം ഈ മണ്ഡലത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഒരിക്കൽ പോലും വയനാടിന്റെ പേരോ വയനാടിന്റെ വികസന വിഷയമോ പാർലമെന്റിൽ ഉന്നയിക്കാത്ത ആളാണ് നിലവിലെ MP രാഹുൽ ഗാന്ധിയെന്ന് ആനി രാജ കുറ്റപ്പെടുത്തി. മിക്ക സ്ഥലങ്ങളിലും സ്ത്രീകളും കർഷകരും അടക്കം വിവിധ മേഖലകളിലെ തൊഴിലാളികൾ സ്ഥാനാർത്ഥിയെ കാത്ത് കവലകളിൽ നിൽപ്പുണ്ടായിരുന്നു. കുട്ടികൾ ആനി രാജയെ കണ്ട് കൈ കൊടുക്കുവാൻ കാത്തുനിന്നു. അടക്കാക്കുണ്ട്, ചാഴിയോട്, മേലെ കാളികാവ് എന്നീ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥന നടത്തി. CPM കാളികാവ് ലോക്കൽ സെക്രട്ടറി K ഫൈസൽ, ചോക്കാട് ലോക്കൽ സെക്രട്ടറി KT മുജീബ്, ഫിറോസ് അടക്കാക്കുണ്ട്, T അപ്പച്ചൻ, T അബ്ദുറഹ്മാൻ, V ഷമീം, N സുബൈർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. വിശ്വാസികളുടെ ത്യാഗോജ്വല തീർത്ഥാടനമായ ഹജ്ജ് കർമ്മത്തിന്റെ അന്തസത്ത സാമൂഹിക ജീവിതത്തിലേക്ക് പകർന്നു നൽകാൻ വിശ്വാസികൾ ജാഗ്രത കാണിക്കണമെന്ന് ജില്ലാ ഹജ്ജ് ക്യാമ്പ് ആഹ്വാനം ചെയ്തു. KNM മർക്കസ് സുതവ സംസ്ഥാന ട്രഷറർ M അഹമ്മദ് കുട്ടി മദനി ഉദ്ഘാടനം ചെയ്തു. ഹജ്ജിന്റെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ പ്രധാനമായും 4 അത് ചെയ്തിട്ടില്ലെങ്കിൽ ഹജ്ജില്ല, അയാൾക്ക് ഹജ്ജ് നഷ്ടമാകും. എത്ര പ്രായശ്ചിത്തം കൊടുത്തിട്ട് കാര്യമില്ല. ഒരു 100 ഒട്ടകത്തെ ഒന്നിച്ചറുത്തിട്ടുണ്ട്, 4 കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്തില്ല, അയാൾക്ക് ഹജ്ജില്ല. അതിൽ ഒന്നാമത്തേത് എന്താണെന്നും ഇഹ്റാം. ഇഹ്റാം ഇല്ലാതെ
ഹജ്ജില്ല. ഇവിടെ തന്നെ അതിന്റെ ആത്മീയത കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ദേശ, ഭാഷ, വർണ്ണ വ്യത്യാസമില്ലാതെ മനുഷ്യർ സംഗമിക്കുന്ന മഹത്തായ മാനവിക സംഗമ വേദിയാണ് ഹജ്ജ്. മനുഷ്യ സൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും പ്രായോഗിക വേദി കൂടിയായ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ മാനവിക സന്ദേശം സാമൂഹ്യ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ ഏവർക്കും സാധ്യമാകണം. അശാന്തിയുടെയും സംഘർഷത്തിന്റെയും സമകാലിക ചുറ്റുപാടിൽ ഹജ്ജ് വിളംബരം ചെയ്യുന്ന ഐക്യ സന്ദേശത്തിന് പ്രസക്തി ഏറുകയാണെന്നും ക്യാമ്പ് അഭിപ്രായപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ UP യഖാൻ മദനി അധ്യക്ഷത വഹിച്ചു. TP ഹുസൈൻ കോയ മുഖ്യ പ്രഭാഷണം നടത്തി. CM സനിയ അൻവരിയ, K അബ്ദുൾ റഷീദ് ഉഗ്രപുരം, K അബ്ദുൽ അസീസ്, MP അബ്ദുൽ കരീം സുലമി, VT ഹംസ എന്നിവർ സംസാരിച്ചു. M അഹമ്മദ് കുട്ടി മദനി രചിച്ച യുവത പ്രസിദ്ധീകരിച്ച ഹജ്ജ് ഉംറയും എന്ന പുസ്തകം പ്രൊഫസർ K അബ്ദുൽ നാസറിന് നൽകി. ഡോക്ടർ UP യഹ്കാൻ മദനി പ്രകാശനം നിർവഹിച്ചു. VT ഹംസ, A നൂറുദ്ദീൻ എടവണ്ണ, VP അഹമ്മദ് കുട്ടി മാസ്റ്റർ, MK ബഷീർ മാസ്റ്റർ, C അബ്ദുൽ ജലീൽ, KA ഷുക്കൂർ വാഴക്കാട് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.